ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചു. അത് ചൂടായ ശേഷം ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. നമ്മളത് ഈ തട്ട് ചൂടായ ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വെന്ത ശേഷം പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടുപോരും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇഡ്ഡലിക്കാകെ കുളമായിട്ടാവും കിട്ടലിട്ട്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇത് നമ്മൾ പച്ചരിയും പിന്നെ നമ്മൾ ചോറ് വെക്കണ അരി ഉണ്ടല്ലോ അതും ഉഴുന്ന് ഉലുവ ഇത് മൂന്നും വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ മാവ് അരയ്ക്കാറുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ മാവൊക്കെ പുളിച്ച് വന്ന് രാവിലെ ആകുമ്പോൾ നമുക്കത് ചുട്ടെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. തേങ്ങ തോന വേണമെന്നൊന്നുമില്ല, ഒരു അരമുറി തേങ്ങ. പിന്നെ നമ്മളിതിലേക്ക് പരിപ്പ് കടല ഉണ്ടല്ലോ അതിടും. അപ്പോൾ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി, ഒരു വലിയ പച്ചമുളക്, പിന്നെ ഒരു പിടി പുതിനയില കേട്ടോ. ഇത് പച്ച കളർ ചട്നി ഉണ്ടല്ലോ അതിനാണ്, നല്ല ടേസ്റ്റാണിത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മളെ ചമ്മന്തിയിലേക്ക് നമ്മൾ കുറച്ചും കൂടെ പരിപ്പ് കടല കുറച്ച് മതി കേട്ടോ, തോനൊന്നും വേണ്ട. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തു, നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ ചമ്മന്തിയിലേക്ക് നമ്മൾ കടുക് വറവിട്ട് ഒഴിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി. ഇനി നമുക്കിതിലേക്ക് ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കണം, തക്കാളി ചട്നി കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, ഒരു 2 വലിയ പഴുത്ത തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും. അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലിയൊക്കെ വെന്ത് ഞാനത് ഇറക്കി വെച്ച് ചൂടാറിയ ശേഷം ഒരു സ്പൂൺ വെള്ളത്തിൽ ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയുള്ള ടിപ്സൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ അയൽവാസി ഷെരീഫ് താത്ത പറഞ്ഞു തന്നാ കേട്ടോ. അവർ ഇഡ്ഡലി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ അവിടെ അത് ഉണ്ടാക്കിയാലും അവർ നമുക്കത് തരും കേട്ടോ. ഭയങ്കര എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ ഭക്ഷണം ഇഡ്ഡലി, ദോശയുണ്ട്, ചമ്മന്തിയുണ്ട്. രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കണം എന്നാണല്ലോ, അതുകൊണ്ട് നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ കൂട്ടി നന്നായിട്ടുണ്ട് കഴിച്ചു. ഇതൊക്കെയാണോ നമ്മളെ സന്തോഷം. അപ്പോൾ ബി ഹാപ്പി.